പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാന് 14 നമ്മൾ ഈ റമളാന് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? റമളാന് നാളെ നമുക്ക് അനുകൂലമായിട്ടാണോ മറുപടി പറയുക? റമളാൻ അല്ലാത്ത സമയങ്ങളിൽ തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നും. കാരണം 5 വക്ത് നിസ്കാരം പോലും സമയത്തിന് കൃത്യമായി നിർവഹിക്കാൻ കഷ്ടപ്പെടുന്നവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെങ്ങനെയാണ് രാത്രിയിലെ സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്നാൽ റമളാന് അതിൽ നിന്നെല്ലാം ഒരു വലിയ മാറ്റമാണ്. നമുക്ക് മറ്റു സമയങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ റമളാനിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശീലം റമളാനിലെ അവസാന ദിനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. ആത്മീയമായ ഇത്തരം പ്രവൃത്തികളുടെ രുചി ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ 5 വക്ത് നിസ്കാരങ്ങളിൽ പോലും കൂടുതൽ അർത്ഥവത്തായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ തഹജ്ജുദിനെ ഒരു ബാധ്യതയായിട്ടല്ല, മറിച്ച് തങ്ങളുടെ ആത്മീയമായ ആരോഗ്യത്തിന് അനിവാര്യമായ ഒന്നായിട്ടാണ് കണ്ടിരുന്നത്. ഖുർആനിലെ സൂറത്ത് മുസമ്മിൽ അവതരിച്ച കാലത്ത് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് 1 വർഷത്തോളം മുസ്ലിങ്ങൾക്ക് രാത്രി നിസ്കാരം നിർബന്ധമായിരുന്നു. അക്കാലത്ത് ഇസ്ലാം നേരിട്ട കൊടിയ പീഡനങ്ങളിൽ അവർക്ക് ആത്മവിശ്വാസവും സമാധാനവും നൽകുന്നത് ഈ രാത്രിയിലെ പ്രാർത്ഥനകളായിരുന്നു. ഇന്നത്തെ കാലത്ത് മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ കുറയ്ക്കാൻ ആളുകൾ പല വഴികൾ തേടുന്നുണ്ട്. 20 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ ഉറക്കം മെച്ചപ്പെടുമെന്നൊക്കെ ഈ ആധുനിക പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ നൽകപ്പെട്ടിട്ടുണ്ട്. പകൽ സമയത്ത് നമ്മൾ ജോലി തിരക്കിലും പലവിധ തിരക്കിലുമായിരിക്കും. നിസ്കരിക്കുമ്പോൾ പോലും അടുത്ത പരിപാടി ഇനി എന്താണെന്നുള്ള ചിന്തയായിരിക്കും മനസ്സിനെ അലട്ടുക. എന്നാൽ തഹജ്ജുദ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അവിടെ നമുക്കും അല്ലാഹുവിനും ഇടയിൽ ആരുമില്ല, നമ്മളെ ശല്യപ്പെടുത്താൻ ആരുമില്ല, തിരക്കുകളില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ പറയുന്നത്, രാത്രി നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന സന്തോഷം വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലുതാണ് എന്ന്. ഒരിക്കൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുയോട് ചോദിക്കപ്പെട്ടു, രാത്രിയിൽ ഏറ്റവും കുറച്ച് ഉറങ്ങുന്നവർക്ക് എങ്ങനെയാണ് പകൽ സമയത്ത് ഏറ്റവും പ്രസന്നമായ മുഖമുണ്ടാകുന്നത് എന്ന്. അദ്ദേഹം മറുപടി നൽകി, കാരണം അവർ രാത്രിയിൽ അള്ളാഹുമായി തനിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അവൻ്റെ പ്രകാശം അവർക്ക് നൽകി. രാത്രിയിൽ അള്ളാഹുമായിട്ട് സമയം ചെലവഴിക്കുന്നവരിൽ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടും. നമ്മളെ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. വെറുമൊരു ശരാശരി മുസ്ലിമാകാനല്ല, മറിച്ച് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാകാനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു ഓരോ രാത്രിയിലും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവൻ നിങ്ങളെ കാണാൻ തയ്യാറായിരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന വാദത്തിന് സത്യമില്ല. നമുക്കിപ്പോൾ ഏതൊരു പ്രിയപ്പെട്ട ഒരാളോടും സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അതുപോലെ അള്ളാഹുമായി സംവദിക്കാനുള്ള സമയമാണിത്. റമളാനാണ് നമുക്ക് തഹജ്ജുദ് ശീലമാക്കാനുള്ള ഏറ്റവും നല്ല സമയം. തഹജ്ജുദ് എന്നാൽ രാത്രിയിൽ മുഴുവൻ നമസ്കരിക്കുക എന്നല്ല, വളരെ ലളിതമായിട്ട് ഇത് നമുക്ക് തുടങ്ങാം. വെറും 10 ആയത്തുകൾ ഓതി നിസ്കരിച്ചാൽ ആ രാത്രിയിൽ നമ്മൾ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടില്ല. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആനിൽ 3-1 ഓതിയ പ്രതിഫലം ലഭിക്കും. രാത്രി നമസ്കാരത്തിൽ ഇത് ഓതിയാൽ വലിയ പ്രതിഫലമാണ് നമ്മൾ നേടുന്നത്. ഈ റമളാനിലും പാപങ്ങൾ നമ്മളെ തളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ റമളാനിൽ ആത്മീയമായിട്ട് തകർന്നു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത്താഴത്തിൻ്റെ സമയത്ത് തഹജ്ജുദ് ശീലമാക്കുക.
പാപങ്ങളാണ് തഹജ്ജുദിൽ നിന്ന് നമ്മളെ തടയുന്നത്. എന്നാൽ തഹജ്ജുദ് നമ്മളെ പാപങ്ങളിൽ നിന്ന് തടയുകയും ചെയ്യും. അള്ളാഹുവിനോട് പൊറുക്കണമെന്ന് പറയാൻ ഏറ്റവും അനുയോജ്യമായ സമയം തഹജ്ജുദിൻ്റെ സമയമാണ്. റമളാനിലെ ഈ ഒരു അനുഗ്രഹം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും. നമ്മളുടെ വിധിയെ വരെ മാറ്റാൻ കഴിയും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.